നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ടിയാൻടാൻ ബുദ്ധ കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മെട്രോയിൽ കയറി. മെട്രോയിൽ ഇവിടെ ഡീറ്റെയിൽ കാണിക്കും, അതായത് നമ്മുടെ മെട്രോയിൽ എവിടേക്കാണ് നമ്മൾ പോകുന്നത് ആ റൂട്ട് കാണിക്കും, അതുപോലെ തന്നെ ആ സ്പെസിഫിക് ലൊക്കേഷൻ, ഇപ്പോൾ നമ്മൾ എവിടെ എത്തി അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലും ഇതിൻ്റെ മുകളിൽ നമുക്ക് കാണിക്കും. അത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ റെഡ് ഡോട്ട്സ് കാണുന്നത് അതിൻ്റെയാണ്. അപ്പോൾ നമുക്കിവിടെ നിന്ന് കുറച്ച് അധികം ദൂരമുണ്ട്, ഏകദേശം ഒരു 40 കിലോമീറ്റർ ഓടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇപ്പം നമുക്കിവിടെ ഒരു ബ്ലിങ്കിങ് ലൈറ്റ്, ഒരു യെല്ലോ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേഷനിൽ നിന്ന് വേറെ റൂട്ടിലേക്ക് നമുക്ക് വണ്ടി കിട്ടുന്നുള്ളതാണ് ആ ഒരു ബ്ലിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പോണത് വേറെ റൂട്ടിൽ, എന്നാൽ ആ റൂട്ടിലേക്കുള്ള വണ്ടി നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേഷനിൽ നിന്ന് കിട്ടുമെന്നാണ് ആ ഒരു ബ്ലിങ്കിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ മെട്രോ നല്ല സ്പീഡാണ്. ഒരു സ്റ്റേഷനിൽ അതിപ്പോൾ നമ്മൾ ഈ 40 കിലോമീറ്റർ ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ ഏകദേശം എത്താൻ പറ്റുമെന്നാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ മെട്രോ ഇവിടെ നിന്ന് എടുത്തു. അപ്പോൾ ഈ മെട്രോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോപ്പസ് കാർഡാണ് മെയിനായിട്ട് എടുക്കുക. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ക്യാഷ് കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാവരും വരുന്ന വഴിക്ക് തന്നെ ഒക്ടോപ്പസ് കാർഡ് മേടിച്ചിട്ട് ഒരു മിനിമം ഒരു 1000 ഹോങ്കോങ് ഡോളറിനെങ്കിലും ഒന്ന് റീചാർജ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. 1000 വേണ്ട, ഒരു 500 എങ്കിലും മിനിമം ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. പല കാര്യങ്ങൾക്കും അത് ഉപകാരപ്പെടും. നമ്മളിപ്പോൾ ലൈക്കിങ് സ്റ്റേഷനിൽ ഇറങ്ങി. നമ്മുടെ ആ ട്രെയിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടി കയറണം, നേരെ ടിയാൻടാൻ ബുദ്ധയുടെ അവിടേക്ക്. അപ്പോൾ നമുക്ക് ഒന്നുമില്ല, നമ്മളിവിടെ നേരെ ഇറങ്ങിയിട്ട് നേരെ അപ്പുറത്തെ സൈഡിലേക്ക് നിന്നാൽ മതി. അപ്പോൾ അവിടെ നിന്ന് നേരെ നമുക്ക് അങ്ങോട്ട് വണ്ടി കിട്ടും. അവിടെ നിന്ന് തന്നെയാണ് എയർപോർട്ടിലേക്കുള്ള വണ്ടിയൊക്കെ നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് നേരെ അതിപ്പോൾ വരാറായിരിക്കുന്നു. ഏകദേശം ഒരു എന്താ പറയുക, ഇവിടെ ട്രെയിനിനൊന്നും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ അത്ര വലിയ ടൈം ഡിഫറൻസ് ഒന്നുമില്ല. ഒന്ന് കഴിഞ്ഞ് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അടുത്ത ട്രെയിനും വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ നമ്മൾ മെട്രോയിൽ കയറി. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് ടുങ്ചുങ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേഷനാണ്. ടുങ്ചുങ് അഥവാ നോങ് പിങ് 360, ആ രണ്ട് പേരിലും അറിയപ്പെടും. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. അവിടെ നിന്ന് നിന്നിട്ട് നമുക്ക് എയ്തർ ബസ്സിന് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നേരെ എന്താ പറയുക, നമുക്ക് കേബിൾ കാർ കിട്ടും. അതിൽ എങ്ങനെ വേണമെങ്കിലും പോകാം. 2 ഓപ്ഷനും അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ നോങ് പിങ് 360യുടെ സ്റ്റേഷനിൽ നമ്മൾ വന്നിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മുടെ ട്രെയിൻ അവിടെ നിൽക്കുന്നുണ്ട്. ആ ട്രെയിൻ നേരെ തിരിച്ച് ഇനി ഹോങ്കോങ് സെൻട്രലിലോട്ട് പോകും. അപ്പോൾ നമുക്ക് നേരെ ഇനി എക്സിറ്റിലേക്ക് പോവാം. നമ്മളിനി ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത് എക്സിറ്റ് എ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിലാണ്. നമ്മളിപ്പോൾ എസ്കലേറ്റർ കയറി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ. മെട്രോ സ്റ്റേഷനൊക്കെ ഭയങ്കര സെറ്റപ്പാണ്. എക്സിറ്റ് എ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇനി നമ്മുടെ ഒക്ടോപ്പസ് കാർഡ് സ്വൈപ്പ് ചെയ്യണം. സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടേക്കുള്ള റേറ്റ് എത്രയാണോ അത്ര അവരെടുത്തതിന് ശേഷം ബാലൻസ് ഇതിലവിടെ കാണിക്കും. നമുക്കിവിടെ സ്വൈപ്പ് ചെയ്ത് നോക്കാം. ഒക്ടോപ്പസ് കാർഡാണ് ഉണ്ടോ, ഇവിടെ അങ്ങനെ കാണിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് പോകാനുള്ളത് എക്സിറ്റ് ടുങ്ചുങ് പ്രസൻറ്റ് ആ റൂട്ടിലേക്കാണ്. നോങ് പിങ് 360 ആണെന്നുണ്ടെങ്കിൽ ആ വഴിക്ക് പോവാം, അല്ല നമ്മൾ ബസ് എടുത്തിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ എ റൂട്ടിലും പോവാം. അപ്പോൾ നമ്മളിവിടുന്ന് ബസ് എടുത്ത് പോകാനാണ് നോക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് യൂത്തുങ് കോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബസ് സ്റ്റോപ്പിലേക്കാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് 23 ബസ് കിട്ടുക. എവിടേക്ക്? നമ്മുടെ നോങ് പിങ് 360ക്ക്. അല്ല നമുക്ക് കേബിൾ കാർ വേണമെന്നുണ്ടെങ്കിൽ കേബിൾ കാർ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ കേബിൾ കാർ 10 മണിയാവും അത് ഓപ്പൺ ആവാൻ. അപ്പോൾ ഞാനിന്ന് നേരത്തെ വന്നുകൊണ്ടാണ് പിന്നെ ആ ഒരു എക്സ്പീരിയൻസ് കാണിക്കാനും. അപ്പോൾ ഇതിൻ്റെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 23 ബസ്സിൽ മോസ്റ്റ് പ്രോബബ്ലി അതിലുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കൽസ് മാത്രമാണ്. അല്ലാതെ പുറത്തു നിന്നുള്ള ടൂറിസ്റ്റുകളോ കാര്യങ്ങളോ വളരെ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്കൊരു ഭയങ്കരമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇത് ചൂസ് ചെയ്തതും. അപ്പോൾ നമുക്ക് തൊട്ടപ്പുറത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ട്. ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കണം. അവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും ഓരോ ബസ്സും നിർത്തുന്ന സ്ഥലം. അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ ക്യൂ ഉണ്ടായിരിക്കും. അതായത് ആ ക്യൂ സിസ്റ്റം പാലിച്ച് വേണം നമ്മളവിടെ നിൽക്കാൻ. അപ്പോൾ നമ്മുടെ ബസ് വരാൻ എന്തായാലും കുറച്ച് നേരം എടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അവിടേക്ക് വണ്ടിയില്ല, ബസ്സില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ ബസ്സിൽ കയറി. ഭാഗ്യത്തിന് നമുക്ക് സീറ്റ് കിട്ടി. പിന്നെ ഈ ബസ്സിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആവശ്യത്തിന് തിരക്കുണ്ട്. പക്ഷേ ഇതിൽ സ്റ്റോപ്പ് കാര്യങ്ങൾ അതൊക്കെ ഭയങ്കര കുറവാണ്. എന്താ പറയുക, എല്ലാ സ്ഥലത്തും ഇതിന് സ്റ്റോപ്പൊന്നുമില്ല.
പിന്നെ നമ്മുടെ നാട്ടിലെ ബസ് പോലെയൊക്കെ തന്നെ ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഓരോ കൈ പിടിക്കുന്ന അവിടെ ഓരോ സ്വിച്ച് ഉണ്ടാവും. നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷേ ഫങ്ഷണലാന്ന് മാത്രം. അവിടെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പാവും, എന്നിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ഇറങ്ങിയാൽ മതി. പിന്നെ ഇതിൽ എല്ലാം തന്നെ ഒക്ടോപ്പസ് കാർഡ് എടുക്കും. നമുക്ക് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് കൊടുക്കാം, പക്ഷെ ചില്ലറ ബാക്കി നമുക്ക് കിട്ടില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒക്ടോപ്പസ് കാർഡ് നമ്മൾ മാക്സിമം റീചാർജ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം സെൻട്രൽ മാർക്കറ്റിൽ പോയപ്പോഴും അവിടെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒക്ടോപ്പസ് കാർഡ് പല സ്ഥലങ്ങളിലും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ എയർപോർട്ടിൽ വരുമ്പോൾ തന്നെ മാക്സിമം അത് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം എന്താ പറയുക ബാക്കിയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ ഒക്ടോപ്പസ് കാർഡ് റീചാർജ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ ആണ് പുറത്തെല്ലാം തന്നെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അധികം താമസമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉള്ള സ്ഥലമല്ല. അപ്പോൾ ഫുള്ള് കാടും മലയും അതുപോലെ തന്നെ ഈ ചുരങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേകതരം യാത്രയാണ്. അതും എന്താ പറയുക, നമ്മൾ ടൂറിസ്റ്റുകളുടെ ഇടയിലല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. നമുക്ക് ആകെ ഇവരുടെ സംസാരവും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. നിങ്ങളങ്ങനെ ഒരു വെറൈറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഇതാണ്. തിരിച്ചു വരുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നോങ്പിങ് 360യുടെ എന്താ പറയുക ആ ഒരു കേബിൾ കാർ യൂസ് ചെയ്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടും കൂടി അടിപൊളി എക്സ്പീരിയൻസ് ആവും. അങ്ങനെ നമ്മൾ ഇപ്പോൾ ബസ് ഇറങ്ങി ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. ഇവിടെ ഭയങ്കര മഞ്ഞാണ്, ഒരു രക്ഷയില്ല, നല്ല തണുപ്പുമുണ്ട്. ഇതാണ് സ്ഥലം, അടിപൊളി വ്യൂ ആണ് ഇവിടെ. ഇതാണ് നമ്മൾ വന്ന ബസ്. ഇപ്പം ഇനി നേരെ അങ്ങോട്ട് പോവാണ്. ഇതാണ് അതിൻ്റെ കവാടം, നല്ല രസമുണ്ട് കാണാൻ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് കടന്നു. നല്ല രസമുണ്ട് കേട്ടോ ആ വ്യൂ. അങ്ങോട്ടൊന്നും ഒന്നും കാണാനില്ല, ഫുള്ള് മഞ്ഞാണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. മഞ്ഞടിക്കുന്നത് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ മഞ്ഞ് പോകുന്നത് ഇങ്ങനെ കാണാം. ഇവിടെ എന്താ പറയുക, പുക പോലെയാണ്. ഇവിടെ എത്ര നേരം കുറച്ച് വ്യൂ ഉണ്ടായിരുന്നു, ഇപ്പോൾ ദാ ഇവിടേക്കും മഞ്ഞ് നന്നായി കയറി തുടങ്ങി. അവിടെ നിന്ന് ഇപ്പോൾ വന്ന വഴിയാണ്, അവിടെ നിന്ന് ഇപ്പോൾ ഒന്നും കാണാനില്ല. ഡൊണേഷൻ ബോക്സ്, ഇവിടെ ഡൊണേഷൻ ബോക്സൊക്കെ കാണാണ്ട് ഭയങ്കര പീസാണ് കേട്ടോ. ഇവിടെ ഒരു രക്ഷയില്ല, ഒരു സൗണ്ടും ഇല്ല, ഒന്നുമില്ല, ഭയങ്കര രസം. ഇതാണ് അതിൻ്റെ എൻട്രൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടോ ഇവിടെ ഫുള്ള്, അതെന്തോ സംഭവം എന്നറിയില്ല, അവിടെ എന്തോ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ എൻട്രൻസിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് കയറണം. ഇതിപ്പോൾ ഇതിലൂടെയാണെന്ന് തോന്നുന്നു. ഇത് എക്സിറ്റാണ്. ദി എൻട്രൻസ് ഈസ് ത്രൂ ദിസ് വേ. അതെ, ഇവിടെ നമുക്ക് എൻട്രൻസിന് സ്പെഷ്യലായിട്ട് ഫീസൊന്നും വരുന്നില്ല. ഇനി നമുക്ക് അവിടുന്ന് ഫുഡ് വേണം ഇവിടുന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ റേറ്റ് $150, അതായത് ഏകദേശം 1500 രൂപ. അപ്പോൾ അത്രയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ നേരെ കാണുന്നതാണ് ഇവിടുത്തെ ബിഗ് ബുദ്ധ സ്റ്റാച്യു. ഇത് 1993 ഈ ഒരു സ്റ്റാച്യു ഉണ്ടാക്കിയത്. കംപ്ലീറ്റ്ലി വെങ്കലം കൊണ്ടാണ് ഈ ഒരു സ്റ്റാച്യു നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഒന്നും തന്നെ കാണാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മഞ്ഞാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് കാണാൻ പറ്റുള്ളൂ. ഏകദേശം 268 സ്റ്റെപ്പ് കയറിയാൽ മാത്രമേ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ കയറുന്ന വഴിയിലാണെന്നുണ്ടെങ്കിലും കുറേ ആളുകൾ അവിടെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് അതിൻ്റെ മുകളിലേക്ക് കയറി പോകുന്നത്. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തിയിട്ട് ആ വ്യൂ കാണാം. ഇവിടെ നിന്നിപ്പോൾ നമ്മൾ ഒരു ആളെ പരിചയപ്പെട്ടു. അപ്പോൾ പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആൾ ജൻസെന്നാണ് വരണത്, ചൈനയിൽ നിന്ന്. അപ്പോൾ ആളിനോട് ചോദിച്ചു ബുദ്ധിസ്റ്റാണോ എന്ന്. നൈസാണ് കേട്ടോ ഇവിടെ. പക്ഷെ കയറി ഉണ്ടാക്കണമെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ചിലരൊക്കെ പകുതി നിൽക്കും പിന്നെ കയറും, പകുതി നിൽക്കും പിന്നെ കയറും.
അങ്ങനെയൊക്കെയാണ്. കംപ്ലീറ്റ്ലി ഒറ്റ സ്ട്രെച്ചിൽ കയറുക പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടഫാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ആ ബുദ്ധയുടെ പ്രതിമ നമുക്ക് കാണാൻ പറ്റും. നല്ല വലിയ പ്രതിമയാണ് കേട്ടോ. നമ്മളിപ്പോൾ കയറി വന്നത് അവിടെ നിന്നാണ്, ഏറ്റവും താഴത്തുനിന്ന്. എന്നിട്ട് അതിൽ നിന്ന് കയറി നമ്മൾ ഇങ്ങോട്ടെത്തി. വെരി നൈസ്. ഇവിടെ നിന്നുണ്ടോ ഫുള്ള് വ്യൂ, ഒന്നും കാണില്ല, ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ്. അവിടെ ഇവിടുന്ന് പ്രത്യേകിച്ചൊന്നും തന്നെ നമുക്ക് കാണില്ല. മഞ്ഞിങ്ങനെ മുകളിലേക്ക് കയറി വരുന്നുണ്ട്, ഇടയ്ക്ക് പോവും ഇടയ്ക്ക് വരും. പ്രത്യേക നൈസ് ക്ലൈമറ്റാണ്. ഇപ്പോൾ ഇവിടെ പ്രത്യേകം പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറച്ച് നേരത്തെ പോരുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ 10 മണിയുടെ നോങ്പിങ്ങിൻ്റെ ആ ഒരു കേബിൾ കാർ തുടങ്ങുന്നതിന് കുറച്ച് നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലുള്ളൊരു വ്യൂ കിട്ടും. അതായത് ഇത്രയും മഞ്ഞ് മൂടിയിട്ടുള്ളതും അതുപോലെ തന്നെ തീരെ തിരക്ക് കുറവായിരിക്കും. പക്ഷേ കേബിൾ കാർ വൺസ് സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ കുറച്ച് നേരത്തെ പോരാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് പുറത്തിറങ്ങി അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ പറയുക, പഴയ എഴുത്തുകളും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അവരുടെ ചരിത്രം, കാര്യങ്ങൾ, ആരാണ് ഇത് ഇൻവെൻറ്റ് ചെയ്തത്. 1992 ഈ മൊണാസ്ട്രി ക്രിയേറ്റ് ചെയ്തത്, ഈ ഒരു കാണുന്നതെല്ലാം. അപ്പോൾ അതിനുവേണ്ടി സഹായിച്ചവരുടെയും അതുപോലെ തന്നെ എങ്ങനെ ഇത് രൂപം കൊണ്ടു, ഇത് എന്താ പറയുക, കുറേ ലിപികൾ സംസ്കൃതത്തിലായിരുന്നു എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡീറ്റെയിൽസും അങ്ങനെയെല്ലാം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് എൻട്രി ഇല്ല, അതിൽ കൂടെ താഴത്തു കൂടെ നമ്മൾ അങ്ങോട്ട് കയറണം. ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മുകളിലേക്കൊന്ന് നോക്കിയത്. അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കാണാം, ആ ബുദ്ധപ്രതിമ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഉണ്ടോ? കുറച്ച് നേരത്തെ വന്നപ്പോൾ നമുക്ക് ഒന്നും കാണാൻ പറ്റിയിരുന്നില്ല, മൊത്തം മഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കറക്റ്റ് വ്യൂ കിട്ടും. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ ലഞ്ച് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഫുഡ് എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയില്ല, ഇവിടെ ചോദിച്ചു നോക്കണം. പിന്നെ ഉള്ളിൽ സുവനീർ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഐറ്റംസ് ചിലത് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നേരെ ടെമ്പിളിലേക്ക് പോവും. അതായത് അതിൻ്റെ ഒരു ചാരിറ്റി എന്നുള്ള രീതിയിൽ. ചിലത് അവരുടെ എനിക്ക് തോന്നുന്നു പെർസെൻറ്റേജ് വൈസ് ആവും ചിലപ്പോൾ. അതായത് ഒരു ഇത്ര പെർസെൻറ്റേജ് ടെമ്പിളിനും അതുപോലെ തന്നെ ബാക്കി ചാരിറ്റി എന്നുള്ള രീതിയിലും, ബാക്കി എന്താ പറയുക അവരുടെ എന്താ പറയുക ജീവിക്കണമല്ലോ, അതാണ്. ഇതിപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കവാടം പോലിൻ മൊണാസ്ട്രിയുടെയാണ്. നമ്മളതിൻ്റെ ഉള്ളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ ഫുള്ള് ക്ലീനിങ് ആണ്. അതായത് പൊടിയും കാര്യങ്ങളൊക്കെ ഇവരെപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. ഉള്ളിലേക്ക് അതിൽ കൂടെ കടക്കണമാണ്. നമ്മൾ ജസ്റ്റ് മൊണാസ്ട്രിയുടെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. എന്തൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കാണാനുണ്ട്. പക്ഷേ ഇത് ടൂറിസ്റ്റ് വണ്ടിയൊന്നും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പോലിൻ മൊണാസ്ട്രി ഈ വഴിക്കാണെന്നാണ് പറയണത്. ഇവിടെ ആ ഒരു ചന്ദനത്തിരിയാണോ എന്താണോ അറിയില്ല, അതിൻ്റെ പേര് തന്നെയാണെന്ന് തോന്നുന്നു. ഭയങ്കര മണമാണ്, എല്ലാ സ്ഥലത്തും കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഉണ്ടോ, ഇവിടെ ഉണ്ട്, ഇതാ അങ്ങോട്ട് നോക്കി അവിടെ ഉണ്ട്, എല്ലാ സ്ഥലത്തും ഒരു പ്രത്യേക സ്മെല്ലാണ്. ഹോൾ ഓഫ് ഗ്രേറ്റ് ഹീറോ, ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്, അതുകൊണ്ട് ഈ വഴിക്ക് പോയി നോക്കാം. ഉണ്ടോ, ഇവിടെ ഫുള്ള് സുവനീർ ഷോപ്പാണ്. പ്ലാസ്റ്റിക് ബോട്ടിൽ ഓൺലി. ഇത് ഫുഡ് കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ ഫുഡ് സെർവ് ചെയ്യും. അങ്ങനത്തെ സ്ഥലമാണെന്നാണ് എൻ്റെ തോന്നൽ. അതെ, മീൽ ടിക്കറ്റിൻ്റെ ഉണ്ടോ ഓഫീസ് ഇവിടെ തന്നെ ഉണ്ട്.
ഇവിടെ ടെമ്പിള്, ഒരു സൈഡ് ടെമ്പിളും ഒരു സൈഡ് ഇപ്പോൾ കംപ്ലീറ്റ് ഇതിന് വേണ്ടിയിട്ടും നല്ലൊരു കൺസ്ട്രക്ഷൻ ആയിട്ടുണ്ട്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇരിക്കാം, നമുക്ക് ഫുഡ് മേടിച്ചിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ഇരുന്ന് കഴിക്കണമെങ്കിൽ കഴിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. എന്താ ഒരു കഫേ കാണാനുണ്ട്, ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കിയോട്ടെ. നമ്മളിപ്പോൾ ഇവിടെ പോയി ഇവിടെ ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ, കാർഡ് എടുക്കില്ല, അതുകൊണ്ട് നമ്മൾ പെട്ടു. ഇനി വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടോ നോക്കണ്ട, ഇല്ല. കാലത്താണെങ്കിൽ ഒരു കൊറിയൻ ഡിഷ് കഴിച്ചതാണ്, അത് വളരെ ദുരന്തമായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. അറിയില്ല ഇതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ കയറ്റാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, അവിടേക്ക് ക്യാമറ അലൗഡല്ല, അവിടെ പ്രാർത്ഥന നടക്കും കൂടിയാണ്, അവിടെ സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ പുറത്ത് നിന്നിട്ടേ കാണാൻ പറ്റുള്ളൂ, ഉള്ളിലേക്ക് അങ്ങനെ കയറാൻ പറ്റുമോ അറിയില്ല, ഞാനെന്തായാലും കയറാൻ പോയില്ല. അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിഞ്ഞൂടാ. ട്രാൻസ്ലേറ്റർ എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. നമ്മൾ ട്രാൻസ്ലേറ്ററിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കി, പക്ഷേ നടപടിയില്ല. ഇത്രയൊക്കെയാണ് ഇവിടെ വരണത്. നമ്മൾ നേരെ എക്സിറ്റിലേക്ക് കിടക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് കിടക്കുകയാണ്. വീണ്ടും പഴയതിനേക്കാൾ മോശമായ അവസ്ഥയാണ്, കാരണം ഒന്നും ഇവിടെ കാണാനില്ല. ഉള്ള വിസിബിലിറ്റി മൊത്തത്തിൽ പോയി. ഇതാണ് നമ്മൾ നേരത്തെ കടന്നു വന്ന കവാടം, സെക്കൻഡ് എൻട്രൻസ്. ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇവിടെ നല്ലൊരു എന്താ പറയുക, സർക്കിൾ പോലുള്ളൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇവിടെ അവിടെ ഇരുന്നിട്ട് ഓരോന്ന് വായിക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ അധികം സൗണ്ട് ഉണ്ടാക്കുന്നില്ല, കാരണം ഈ സ്ഥലം മൊത്തത്തിൽ ഒരു കുറച്ച് പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മളായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നത് ശരിയല്ലല്ലോ. ഇതാണ് നമ്മൾ കാലത്ത് വന്ന വഴി, അതിൽ കൂടെയാണ് നമ്മൾ വന്നത്. വഴിയേ കാണാനില്ല. ഇപ്പോൾ ഹോങ്കോങ് വന്നതിൽ കുറച്ച് ഒരു ഇച്ചിരി സമാധാനമുള്ളൊരു സ്ഥലം ഇതാണ്. ബാക്കിയെല്ലാം ഭയങ്കര റഷും സിറ്റി ലൈഫും ഒക്കെ ആയിട്ടുള്ളൊരു ഭീകര സ്ഥലങ്ങളാണ് എല്ലാം. ഇത് ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, നന്നായിട്ട്. ഒരു സ്ഥിതി ചെയ്യുന്ന സ്ഥലവും അതുപോലെ തന്നെ എന്താ പറയുക, അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ക്ലൈമറ്റ് ആണെങ്കിലും ഒക്കെ അതിനോട് യോജിച്ച രീതിയിലാണ് എല്ലാം കിടക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവരാണെങ്കിലും എന്താ പറയുക, അധികം സൗണ്ടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ റിയലി ഗുഡ്. വരാനുള്ള വഴി ഞാൻ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ്. 2 മെട്രോ കയറാനുണ്ട്. മെട്രോ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇവിടേക്കുള്ള ബസ്സോ അല്ലെങ്കിൽ കേബിൾ കാറോ ഇതിലേത് വേണമെങ്കിലും എടുക്കാം. ബസ്സിലാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു $10-12 ഹോങ്കോങ് ഡോളർ, അതായത് 120 രൂപ ആ റേഞ്ചിനൊക്കെ ആയിട്ട് പരിപാടി കഴിയും. നിങ്ങൾ എന്താ പറയുക, കേബിൾ കാറാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം എക്സ്ട്രാ വരും, ഒരു $140 ആ റേഞ്ചിൽ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ അങ്ങനെ കണ്ടത്. ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ അങ്ങോട്ടാണ് പോണത്. തിരിച്ച് എന്തായാലും ഞാൻ ബസ്സിൽ പോകാനല്ല, കേബിൾ കാർ യൂസ് ചെയ്യാനാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ബാക്കിൽ കാണാം, ഒരു റൈസ് നൂഡിലിൻ്റെ കട കണ്ടു. അപ്പോൾ അവിടെയും നമുക്ക് കയറാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരു ക്യാഷ് ആയിട്ടല്ല നമ്മുടെ ഒരു കാർഡാണ് ഉള്ളത്. അപ്പോൾ ഒരുവിധം സ്ഥലത്തൊന്നും, അതായത് ലോക്കൽ ഷോപ്പുകളിലൊന്നും ക്യാഷ് എടുക്കുള്ളൂ, കാർഡ് എടുക്കില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് ക്യാഷ് എടുത്ത് കൈപ്പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ലോക്കൽ ഫുഡൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളങ്ങനെ പുറത്തേക്ക് എത്തി. ഇനിയിപ്പോൾ നമുക്ക് അവിടെ ബോർഡ് കാണാം. അവിടെ നിന്ന് നേരെ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കേബിൾ കാറിൻ്റെ അവിടേക്കാണ്. ഇപ്പോൾ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഈ ഒരു ടൈമിൽ, കാരണം ഇപ്പോൾ ഒരു 10 മണി ആയിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് ബാക്കി നേരെ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ബൈ.